ആപ്കി അദാലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം പ്രതിപക്ഷ പാർട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു. നഡ്ഡ സാർ, രാഹുൽ ഗാന്ധി എപ്പോഴും പറയാറുണ്ട് അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ്. താങ്കൾ അത് നിർത്താൻ പറഞ്ഞു. യാത്ര നിർത്തണം, അല്ലെങ്കിൽ കൊറോണ സ്പ്രെഡ് ആവുമെന്ന് പേടിപ്പിച്ചെന്ന് കേട്ടു. ഇല്ല, ഒന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതും ഇല്ല. കൊറോണയുടെ നോംസ് ഒക്കെ ഫോളോ ചെയ്യണം. എല്ലാവരും ഫോളോ ചെയ്യുന്ന സമയത്ത് അവരും ഫോളോ ചെയ്യണമല്ലോ. പക്ഷെ ഞാൻ ഒരാളെ വിരട്ടുന്നതോ അവരെ കണ്ട് ഞാൻ പേടിക്കുന്നതോ ഒന്നുമില്ല. അദ്ദേഹം ആ നീണ്ടുപോയ പ്രയാണത്തിന് നല്ലപോലെ വിജയിച്ചു. ഞാൻ സന്തോഷപരമായി ആശംസിക്കുന്നു. എനിക്ക് സന്തോഷവാ. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാ, ഇന്ത്യയിൽ വന്ന് അദ്ദേഹത്തിന് അടുത്തിരുന്ന് കാണാനുള്ള ചാൻസ് കിട്ടിയില്ലേ? അല്ലല്ല, താങ്കൾ പ്രചരിപ്പിച്ച വെറുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. നോക്കൂ, ഞാൻ പിന്നെയും പറയുവാണ്. അതായത് നിങ്ങളുടെ വാക്കുകളിൽ എന്തോരം വെറുപ്പുണ്ടെന്ന് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ച് എന്തറിയാൻ പോവാണ്. JNUവിൽ ഒരു ഘോഷം ഉണ്ടായിരുന്നു. അഫ്സൽ ഞങ്ങൾ നാണിക്കുന്നു, നിങ്ങളുടെ കുറ്റവാളി ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഈ അഫ്സൽ ആരാണ്? അഫ്സൽ പാർലമെന്റ് അറ്റാക്കിന്റെ മാസ്റ്റർ മൈൻഡ്. അയാൾ തൂക്കിലിടാൻ പറ്റി. അഫ്സൽ ഞങ്ങൾ നാണം കെടുവാണ്. അതായത് നിങ്ങളുടെ കുറ്റവാളി ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാ കുറ്റവാളി? സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്. കുറ്റവാളി ആരാണ്? പ്രണാബ് മുഖർജി. അന്ന് അദ്ദേഹമായിരുന്നു അത്. അദ്ദേഹമാണെന്ന് തൂക്കിലിടാൻ പറഞ്ഞതും അന്ന് അദ്ദേഹം കുറ്റവാളിയായി. പിന്നെ രാഹുൽ ഗാന്ധി അന്ന് നെക്സ്റ്റ് ഡേ JNUവിലോട്ട് പോവാ. അവിടെ എന്ത് ഘോഷമാ പറയുന്നത്? ഇന്ത്യ പീസ് ആയിട്ട് മാറും, ഇൻഷാ അല്ലാ. ഇതുപോലത്തെ ഘോഷങ്ങളായിരുന്നു അന്ന് മൊത്തം. ഇതിന്റെ ഒപ്പം നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു മറ്റൊരാള് JNUയുടെ പ്രോഡക്റ്റ് ആ സമയത്ത് ആ കേസിലും സംബന്ധപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം നിങ്ങളൊപ്പം യാത്രയ്ക്ക് വന്നില്ലേ? ഇത് ഒരുമിക്കുന്ന യാത്രയോ അതോ ഒടിക്കുന്ന യാത്രയോ? ഇവരാണോ ഇന്ത്യ ഒട്ടിപ്പിക്കാൻ നടക്കുന്നത്? ഇവരാണോ പോയി ഇന്ത്യ ഒട്ടിച്ചു വയ്ക്കാൻ പോകുന്നത്? ഇതുവരെ അവരൊരു ക്ഷമ പോലും ചോദിച്ചിട്ടില്ല. ഇപ്പോഴും അവർ പറയുന്നതാണ്, യെസ് ഐ ഡിഡ് നോട്ട് നോ, ഞങ്ങൾ തെറ്റായ ഒരു ആൾക്കാരുടെ കൂടെയാണ് ഇത്രയും ദിവസം ഇരുന്നെന്ന്. ഞങ്ങൾ അതിനു വേണ്ടി ക്ഷമ ചോദിക്കുവാന്നൊക്കെ. നാട്ടില് ക്ഷമയൊക്കെ ചോദിക്കണ്ടേ? പക്ഷെ അത് ഒട്ടിക്കുന്ന യാത്രയല്ല, ഒടിച്ചു തള്ളുന്ന യാത്രയാ. അവര് പറയുന്നു മോദി കഴിഞ്ഞ 8 വർഷമായിട്ട് ചെയ്ത തെറ്റുകൾ കാരണം ഞാനൊരു സ്നേഹത്തിന്റെ കട തുറക്കാൻ പോവുകയാണെന്ന്. സ്നേഹം ഒരിക്കലും ഒരു കടലും കിട്ടത്തില്ല. സ്നേഹം ഒരു ആറ്റിറ്റ്യൂഡാണ്. സ്നേഹം ഒരു മനസ്സാണ്. ആ മനസ്സാണ് ഞങ്ങളുടെ എല്ലാവർക്കും ഉള്ളത്. എല്ലാവരുടെ സപ്പോർട്ട്, എല്ലാവരുടെ വളർച്ച, എല്ലാവരുടെ വിശ്വാസം, ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ താരക മന്ത്രം. ഇത് ഞങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യും. ഞങ്ങളാണ് സാർ സ്നേഹം കാണിക്കുന്നത്. ഞങ്ങളല്ലേ എല്ലാവരും വിളിച്ചോണ്ടും പോകുന്നത്. നഡ്ഡ സാർ, അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, എപ്പോൾ ഇലക്ഷൻ വന്നാലും താങ്കൾ എല്ലാവരുടെ പിന്നിലും ED, CBI ഇവരെയൊക്കെ അയക്കുകയാണെന്ന്. EDയും CBI ഒക്കെ താങ്കളുടെ അടുത്ത് വന്ന് താങ്കൾ വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാം നോക്കിയോളാം എന്ന് പറയുന്നു. നോക്കൂ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഈ കോൺഗ്രസ് ഭരണത്തിലുള്ളപ്പോഴല്ലേ ഇത് പറഞ്ഞത് EDയും CBI ഒക്കെ ഒറ്റ കൂണ്ടിലടയ്ക്കുന്നതൊക്കെ സമമാണെന്നുള്ളത്. ഇവരുടെ ചിന്ത എങ്ങനെയുണ്ടാവോ അങ്ങനെ അത് കണ്ണിലും കാണത്തുള്ളൂ സാർ. അതുകൊണ്ടാണ് അങ്ങനത്തെ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അവർ ഇൻഡിപെൻഡന്റ് ഏജൻസീസ് അല്ലേ. ഈ ഇൻഡിപെൻഡന്റ് ഏജൻസീസ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ദിവസം തോറും വന്നോണ്ടിരിക്കും ഇങ്ങനെ. അതിനുവേണ്ടി CBIയുടെ അവരുടെ പണി നിർത്തിവെക്കണമെന്നാണോ? അവരുടെ പണി അവർ നോക്കും. പക്ഷേ നിങ്ങൾ പറയൂ, ഒരു പക്ഷേ CBIയോ ഇല്ലെങ്കിൽ EDയോ വല്ല കേസ് ഇട്ടാൽ ആ കേസില് കോർട്ടിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ബെയിൽ കിട്ടാത്തത്? ഇവരെന്തുകൊണ്ടാണ് കോർട്ടിൽ പോവാൻ തയ്യാറല്ലാത്ത? ഇപ്പൊ ഞങ്ങളാ കോർട്ടും കൂടെ നോക്കുന്നത്. നിങ്ങൾ ദയവ് ഇത് പറഞ്ഞേക്കല്ലേ. അതായത് ഇവർക്ക് എന്തുകൊണ്ടാ കോർട്ടിൽ ബെയിൽ കിട്ടാത്തത്? അതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ പാർലമെന്റിൽ സോണിയാഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതന്നെ ഞാൻ പറയുന്നത്. ഇവരൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതായത് രണ്ടുപേരും അമ്മയും മോനും ബെയിലല്ലേ ഇരിക്കുന്നത് നാഷണൽ കേസിൽ, ഹെറാൾ കേസിലൊക്കെ. നാഷണൽ ഹെറാൾ കേസില് ബേസിക് കാര്യങ്ങളൊക്കെ ക്രൈം ഓഫ് കേസ് ആവുന്നുണ്ടോ ഇല്ലയോ? കേസ് നടക്കുന്നുണ്ടോ ഇല്ലയോ? മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ, കറക്റ്റ് മറ്റേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു മറ്റേ സെന്റൊക്കെ വിൽക്കുന്ന ആള് കേസിൽ പിടിപെടുന്നു. അവന്റെ കയ്യിൽ നിന്ന് അന്ന് എന്തൊക്കെയാ കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ളപ്പോ ED, CBI ഒന്നും ജോലി എടുക്കാൻ പാടില്ലേ? അതുപോലെ നിങ്ങൾ നോക്കുവാണെങ്കിൽ വെസ്റ്റ് ബംഗാളില് ഒരു മിനിസ്റ്റർക്ക് ക്ലോസ് ആയിട്ടുള്ള ആള് അന്ന് എന്തൊക്കെയാ പുറത്തു വന്നത് നിങ്ങൾ കണ്ടതല്ലേ അതൊക്കെ. അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ഓഫീസറുടെ വീട്ടിൽ നിന്ന്, അതായത് ഒരു ലേഡി ഓഫീസറിന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാ എടുത്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അതും നിങ്ങൾ കണ്ടതല്ലേ. ഇതുപോലെ ഒരാൾ കറപ്ഷൻ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുവാന്ന് പറഞ്ഞ് ഞങ്ങൾ കൈവയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആരൊക്കെ തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നോ ഉറപ്പായിട്ട് അതിന് ആക്ഷൻ എടുത്തിരിക്കും. ആക്ഷൻ എടുക്കും. പ്രധാനമന്ത്രി മോദി അത് ചെങ്കോട്ടെ വെച്ച് പറഞ്ഞതാണ്. കറപ്ഷൻ എന്നെ കൊണ്ട് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. കറപ്ഷൻ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ നടന്നാൽ ഞങ്ങളുടെ അടി നിങ്ങൾക്ക് വീഴവേ ഉള്ളൂ. നിങ്ങൾ കറപ്ഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും കേസ് ഇട്ടേക്കും. ഏതൊരു കേസാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അഴിമതി കേസുകൾ നോക്കൂ, ഞാനിപ്പോ പറയാം.
സത്യേന്ദർ ജെയിൻ ഇത്രയും ദിവസമായിട്ട് ജയിലിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് ജയിലിലിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആപ്ലിക്കേഷൻ റിജക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ എവിടെ കോർട്ടിലോട്ട് അദ്ദേഹത്തിന് ആപ്ലിക്കേഷൻ പോകുന്നു, കോർട്ട് അത് റിജക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. നോക്കുമ്പോൾ ഒരുപാട് കേസുണ്ട്, കുറ്റമുണ്ട്, ഇതൊക്കെ നോക്കുമ്പോൾ എല്ലാം റിജക്ട് ആയാലേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ്. അദ്ദേഹം മാത്രമല്ലല്ലോ ഇവിടെ മഹാരാഷ്ട്രയിലെ അറിയാം. അത് പിന്നെ അനിൽ ദേശ്മുഖ് ഉണ്ടല്ലോ. ഫെബ്രുവരി മുതൽ നവാബ് മലിക്, സഞ്ജയ് റൌത്ത് കഷ്ടപ്പെട്ട് ബെയിൽ കിട്ടി പുറത്തു വന്നു. ഇതൊക്കെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഇതിലെന്താന്ന് വെച്ചാൽ എന്താ മനസ്സിലാവുന്നെന്ന് വെച്ചാൽ താങ്കളെ എതിർക്കുന്ന എല്ലാവർക്കും ജയിലിലേക്ക് പോകാൻ ബെയിൽ പെട്ടെന്ന് കിട്ടില്ലെന്ന്. ഇല്ല, ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ അവരൊരു കറപ്ഷൻ ചെയ്യുന്നവരാ. ആ കറപ്ഷനോട് ചേർത്ത് സൊസൈറ്റിയുടെ കൂടെ ചേർന്ന് ഈ പൈസയൊക്കെ വന്ന് കൊള്ളയടിക്കുന്ന പണിയാ ചെയ്യുന്ന. അപ്പൊ ഈ റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ മേത്ത് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതാണ് സത്യം. എന്താണെന്ന് വെച്ചാൽ എത്രയോ നേതാക്കന്മാരുണ്ട്. സോണിയാഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, ചിദംബരമുണ്ട്. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും ജാമ്യത്തിലാണുള്ളത്. ഇങ്ങനെ രാജ്യത്ത് ഭരിക്കുന്നവരും രാഷ്ട്രീയക്കാരും ഒക്കെ ജയിലിലോ ബെയിലിലോ ആണ് ഉള്ളതെങ്കിൽ അത് എപ്പോഴും അവര് മാത്രമേ പിടിക്കപ്പെടാറുള്ളല്ലോ. അവരുടെ ആക്ടിവിറ്റീസ് അങ്ങനെയുണ്ട്. അവരങ്ങനെയാണ് ജോലി എടുക്കുന്നത്. നിങ്ങളുടെ ആക്ടിവിറ്റി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളുടെ മേത്തൊരു കേസൊക്കെ ഫ്രെയിമായി വരുന്നത്? നിങ്ങൾ ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ മിനിസ്റ്ററോ ആയിട്ടിരിക്കുന്ന കാലത്ത് നിങ്ങൾ അതുപോലെ എന്തെങ്കിലും ചെയ്തുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ പദവി ഉപയോഗിച്ച് അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ റൂൾസ് ബ്രേക്ക് ചെയ്തിരിക്കും. റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന കൊണ്ടാണ് നിങ്ങളുടെ മേത്ത് കേസൊക്കെ ഇടുന്നത്. നിങ്ങൾക്കത് തെറ്റാന്ന് തോന്നിയാ നിങ്ങൾക്ക് ധാരാളമായിട്ട് BJPയുടെ മേത്ത് ഒരു കേസ് ഇടാലോ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഞങ്ങൾ റൂൾസ് ഫോളോ ചെയ്യുവാണ്. ഞങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ പാർട്ടി എങ്ങനെയാന്നുള്ള കാര്യം തൊട്ട് എല്ലാം മോണിറ്റർ ചെയ്യുന്നതാണ്. നഡ്ഡ സാർ, പബ്ലിക്കിൽ എല്ലാവർക്കും ഈ ഒരു ചോദ്യമുണ്ട്. എവിടെയൊക്കെ ഇലക്ഷൻ നടക്കുന്നോ അവിടെയെല്ലാം EB, CBI, IT ഇതുപോലത്തെ ഏജൻസീസെ പ്രയോജനപ്പെടുത്തുന്നു, മന്ത്രിമാരെ പേടിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടക്കുന്നുണ്ട്. ID, ED, IT, ED അവരുടെ പണികളൊക്കെ അവരവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ആ പണിയിലൊക്കെ നിങ്ങൾ എനിക്കൊരു കാര്യം പറയണം. എന്തെങ്കിലും തെറ്റായ രീതി വരുന്ന പോലെ ഞങ്ങൾ എന്തെങ്കിലും കേസ് ഇട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു കേസിലെങ്കിലും അവർ ജയിലിൽ പോവാണ്ടിരിപ്പുണ്ടോ എന്നുള്ള കാര്യം പറയണം. അവരെ ബെയിലിൽ എടുക്കാണ്ട് തന്നെ പുറത്തു വരാൻ എളുപ്പമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? സോ ഫാക്ച്വലി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഒരു കാര്യം ഉറപ്പായിട്ടും ഉണ്ടായത്. അതായത് രാഷ്ട്രീയത്തില് ഒരുപക്ഷെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റായിട്ട് ഇരുന്നേ പറ്റൂ. നിങ്ങൾ വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് തന്നെ വർക്ക് ചെയ്യണം. നിങ്ങൾ ഇതുപോലത്തെ പണികളൊക്കെ കാണിച്ചാൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിനുള്ള ആക്ഷൻ എടുക്കും. അതിനുശേഷം ജയിലിൽ പോകുന്ന കാര്യം ഉറപ്പായിട്ടും ആയേക്കും. താങ്കൾ പറയുന്നു ഇവരൊക്കെ ബെയിലിലാണുള്ളത്. രാഹുൽ ഗാന്ധി എന്തെങ്കിലും ഉത്തരം പറയണമെന്ന് പറയുന്നു. അവരുടെ പാർട്ടിക്ക് മാത്രം എന്താ ഇത്രയും കേസുകൾ വരുന്നെന്നും ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നത് ചോദ്യം ചോദിക്കാൻ JP നഡ്ഡ ആരാണ്, എന്റെ പ്രൊഫസറാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്തിന് അദ്ദേഹത്തിന് ഉത്തരം നൽകണം? ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫസർ അല്ല, ഞാൻ ഇന്ത്യയിലെ സിറ്റിസൺ ആണ്. ഒരു ഇന്ത്യയിലെ സിറ്റിസൺ എന്ന് വെച്ചാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇന്ന് സ്റ്റേജിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നതും. എന്റെ അടുത്തൊരു കാര്യം പറയൂ, ഈ ലോകത്തിലൊരു കാര്യം പറയൂ. നീയും നിന്റെ അമ്മയും എന്ത് കാര്യം കൊണ്ടാണ് ഇപ്പൊ ബെയിലിരിക്കുന്നതെന്ന്? എന്ത് കാര്യം കൊണ്ടാണ് ബെയിൽ എടുത്തിരിക്കുന്നേ? രാഹുൽ ഗാന്ധി പറയുന്നു 70 വർഷമായി ഞങ്ങൾ കെട്ടിപ്പടുത്ത് ഉയർത്തിയത് ഈ ചെറിയ കാലത്തിനുള്ളിൽ BJP നശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് 4 പേരുടെ ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ട്, 4 പേരുടെ സർവാധികാരമാണുള്ളത്. ഈ 4 പേര് എല്ലാരെയും ഭീഷണിപ്പെടുത്തുന്നു. ഇതിൽ 3 പേരെ എനിക്കറിയാം, മോദിജി, അമിത്ഷാ, നഡ്ഡാജി. 4മത്തേതാരാ? എനിക്ക് അറിയത്തില്ല. ഈ 4 പേര് കോൺസെപ്റ്റ് ഇല്ല. ഞങ്ങൾ ആരെയും പേടിപ്പിക്കുന്നില്ല, ആരുടെ അടുത്തും അങ്ങനെ പെരുമാറുന്നില്ല. ഞങ്ങളൊരു ഡിക്റ്റേറ്ററോ അല്ല. പിന്നെ പ്രധാനമന്ത്രി മോദിജി എല്ലാ കാര്യങ്ങളും ജനകീയമായിട്ടാണ് താൻ കാണുന്നത്. ഇപ്പോ ഈ കൊറോണയുടെ വാർ നടന്നില്ലേ, ഏത് പ്രധാനമന്ത്രിയാണ് ഇതുവരെ ഇത്രയും ചീഫ് മിനിസ്റ്റേഴ്സിന്റെ കൂടെ ഡിസ്കഷൻ വെച്ചിട്ടുള്ളത്? അദ്ദേഹം എല്ലാരെയും ഓൺ ബോർഡ്, അതായത് ഡോക്ല പ്രശ്നത്തില് അപ്പോഴും എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സിനും ഒപ്പവും സംസാരിച്ചതാ. ഇപ്പൊ ഈ G20 വന്നു. G20യിൽ പോയി തലവനായിട്ട് പദവി ഏറ്റ സമയത്ത് അപ്പോഴും ചീഫ് മിനിസ്റ്റർ എല്ലാവരെയും ഓൺ ബോർഡ് എടുത്തോണ്ട് വന്ന് എല്ലാവരെയും അതിനോടൊപ്പം തന്നെ ചേർത്ത് എടുത്തോണ്ട് പോയേ. ഇപ്പോൾ ഓഡിയൻസിന്റെ ചോദ്യത്തിലേക്ക് പോകാം. സാർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും ഒന്ന് പറയാറുണ്ട്, മോദിജി ചൈനയെ കണ്ട് ഭയന്നു എന്ന്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? പ്രധാനമന്ത്രി വളരെ തെളിച്ചു പറഞ്ഞിരിക്കുവാണ്, കണ്ണുയർത്തിയും സംസാരിക്കില്ല, കണ്ണ് താത്തിയും സംസാരിക്കില്ലെന്ന്. കണ്ണ് നോക്കിയേ ഞാൻ സംസാരിക്കുള്ളൂന്ന്. അതിനോടൊപ്പം ഇത് ലെറ്റർ ആൻഡ് സ്പ്രിന്റിൽ മോദിജി ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുമുണ്ട്. വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ, മറ്റുള്ളവരും കണ്ടു കാണും. ഒരു കറക്റ്റായ രാഷ്ട്രീയ പാർട്ടി തലവനായിട്ട് സർവദേശ കാര്യങ്ങളിൽ നമ്മുടെ സംസാരത്തിലോട്ടും വന്ന് ഉത്തരവാദം തരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞെന്ന് എക്സാക്റ്റ് ആയിട്ട് താങ്കളോട് ഞാൻ പറയാം.
ചൈനയെ കണ്ട് പേടിക്കുന്നു, ജനങ്ങളോട് സത്യം മറച്ചുവെക്കുന്നു, അവരുടെ ഇമേജ് മാത്രം സംരക്ഷിക്കുന്നു, പട്ടാളത്തിന്റെ ആത്മവിശ്വാസം നശിപ്പിക്കുന്നു. ആർമിക്കാരുടെയൊക്കെ കരുത്ത് നോക്കുവാണെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് കുറച്ചത്. സർജിക്കൽ സ്ട്രൈക്കിൽ ആരാണ് ഇത് ചോദിച്ചത്? ബാലാകോട്ട് ഓപ്പറേഷനിൽ ആരാണ് പോയി ചോദ്യം ചോദിച്ചത്? അദ്ദേഹം എന്ത് വാക്കാ പോയി സംസാരിച്ചത്? നമ്മുടെ പട്ടാളത്തിനെ കാട്ടിക്കൊടുക്കുകയില്ലായിരുന്നോ? ഈ വാക്കൊക്കെ ആരാണ് ഉപയോഗിക്കുന്നത്? പട്ടാളത്തിലുള്ള ആൾക്കാരുടെ ഒക്കെ കരുത്ത് എന്തിനു വേണ്ടിയാ കുറയ്ക്കുന്നത്? പട്ടാളക്കാരുടെ മേത്ത് ഒരു മോശപ്പെട്ട പ്രവൃത്തി ആരാണ് കാണിച്ചത്? അത് രാഹുൽ ഗാന്ധിയെ ചെയ്യുള്ളൂ. പ്രധാനമന്ത്രി മോദിജിയെ കുറിച്ച് പറയണമെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും പറയാൻ പറ്റും, അദ്ദേഹത്തിന്റെ തലമേല് ഈ നാടിന്റെ ബോർഡർ വളരെ സുരക്ഷിതമാണ്. അതിന്റെ ഒപ്പം നമ്മുടെ പട്ടാള ആൾക്കാര് കരുത്തും കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. നല്ല കരുത്തും നെഞ്ചിടിപ്പും വെച്ചോണ്ടാണ് അവിടെ ആൾക്കാർ നിൽക്കുന്നത് നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി.